ഹലോ, വെൽക്കം ടു മൈ ട്രാവൽ ഡയറി. സൗത്ത് ഈസ്റ്റേൺ ബാൽക്കനിയിൽപ്പെട്ട ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മൾ അവിടുത്തെ എയർപോർട്ടിൽ വന്നിറങ്ങിയതാണ്. അവിടെ നല്ല രസമായിരുന്നു. ചെറിയൊരു എയർപോർട്ടാണ്. പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റി. നമ്മളവിടെ താമസിച്ചിരുന്നത് ബിസിനസ് സെൻറ്ററിലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ്. ഓൾഡ് സിറ്റിയിൽ പോയാലാണ് പണ്ടത്തെ ബിൽഡിങ്ങുകളും പിന്നെ റൂയിൻസും ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സോഫിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ സലറ്റിക് ട്രൈബ് ആയിരുന്നു പണ്ട് ഇവിടെ ഇവർ ഉണ്ടായിരുന്നത്. അവർ ഈ സോഫിയനെ സേഡി എന്നാണ് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 29 BC റോമൻസ് ഈ സോഫിയയെ കീഴടക്കിയപ്പം അന്നത്തെ എംപററായിരുന്ന ടോർജൻ സോഫിയയുടെ ഈ സെർഡി എന്നുള്ള പേര് മാറ്റിയിട്ട് സെർഡിക്ക എന്നാക്കി. പിന്നെ സെർഡിക്ക എന്ന പേരിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സോഫിയ കുറേശ്ശെ ട്രേഡിലും ക്രാഫ്റ്റിലും എല്ലാം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഫേമസ് ആയി വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1018 ബൈസൻറ്റീൻ ആൾക്കാർ ഇവിടെ കീഴടക്കി. അപ്പോൾ ബൈസൻറ്റീൻ ആൾക്കാർ അവിടെ കുറേ പള്ളികളും എല്ലാം കൂടെ പണിതപ്പോൾ സെൻറ്റ് സോഫിയ ചർച്ച് അവർ പുതുക്കി പണിതു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഈ സെർഡിക്ക എന്നുള്ള പേര് മാറ്റിയിട്ട് സോഫിയ എന്ന് റീനെയിം ചെയ്തു. പിന്നീട് സെർഡിക്ക എന്നും സോഫിയ എന്നും പേരിൽ അറിയപ്പെടുമായിരുന്നു. പിന്നെ കാലക്രമേണ ഈ സെർഡിക്ക എന്ന പേര് മാറ്റിയിട്ട് പിന്നെ സോഫിയ എന്ന് മാത്രമായി. അത് കഴിഞ്ഞിട്ട് 1385 ഓട്ടോമൻ ആൾക്കാർ, ടർക്കിഷ് ആൾക്കാർ ഇത് കീഴടക്കി. ഇപ്പം നമ്മൾ കാണുന്നത് അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ പഴയ സിറ്റിയിലേക്ക് പോവാണ്. ഇതാണ് പോകുന്ന വഴിക്കുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ. അപ്പോൾ അവിടെ റോമൻസും ബൈസൻറ്റീൻ ആൾക്കാരും ഓട്ടോമനും പിന്നെ റഷ്യൻസും ഒക്കെ ഇവിടെ സോഫിയയിൽ അധികാരം കുറച്ച് നാളുണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ട് അവരുടെയൊക്കെ ആർക്കിടെക്ട് നമുക്ക് പല ബിൽഡിങ്ങുകളും കാണാൻ കഴിയും. ഇപ്പം നമ്മൾ കണ്ടത് അലക്സാണ്ടർ നെവസ്കി എന്നൊരു കത്തീഡ്രലായിരുന്നു. അത് വളരെ ഫേമസ് ആണ്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള പല ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകളും ഉണ്ട്. ഈ 4 ആൾക്കാരുടെ തരം ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ടൗണിലേക്ക് ഏൻഷ്യൻ്റ് സിറ്റിയിലേക്ക് പോവാണ്. ഇതാണ് അവിടുത്തെ സെയിൻറ്റ് നിക്കോളസ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. ഇത് അവിടുത്തെ റോയൽ പാലസ് ആയിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു ആർട്ട് ഗാലറിയാണ്. ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ പണ്ടത്തെ ബിൽഡിങ്ങുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1385 സോഫിയ ഓട്ടോമൻ ഭരിച്ചു. ഓൾമോസ്റ്റ് 400 വർഷത്തോളം ഭരിച്ചു. അന്ന് അവരവിടെ കുറേ മോസ്കുകൾ, ഫ്രൈഡേ മോസ്കുകൾ, സ്കൂളുകൾ, പബ്ലിക് ലൈബ്രറികൾ, ചർച്ചുകൾ, സിനഗോഗ് എല്ലാം പണിതിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1878 റഷ്യ ടർക്കിഷ് വാറിൽ റഷ്യ അവരെ തോൽപ്പിച്ചിട്ട് സോഫിയയ്ക്ക് ലിബറേഷൻ കൊടുത്തത്. എന്നാലും റഷ്യക്കാർ കുറച്ച് അവരുടെ അധികാരം അവിടെ കുറച്ചുണ്ടായിരുന്നു. എന്നാലും കിങ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിറ്റോഷി ബുളവാർഡിലാണ്. അവിടുത്തെ ഒരു ഓൾഡ് കോർട്ട് ഹൗസിൻ്റെ ബിൽഡിങ്ങാണ് നമ്മളീ കാണുന്നത്. അവിടെയുള്ള റോഡുകളെല്ലാം കോബിൾ സ്റ്റോൺ റോഡുകൾ. അതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളായിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. ഇങ്ങനെ വളരെ ക്വയറ്റായിട്ട്. ചില റോഡുകളിലൊന്നും ട്രാഫിക്കും ഉണ്ടായിരിക്കില്ല. നമ്മളിവിടെ ഈ ഹിസ്റ്റോറിക്കൽ ഏരിയയിലേക്ക് ഇവിടെ കാണാനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ നേരെ കാണുന്ന ഒരു കത്തീഡ്രലാണ് സെയിൻറ്റ് നാറ്റലിയ ചർച്ച്. കത്തീഡ്രൽ ചർച്ച്. ആ ചർച്ചിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. 1925 ആ ചർച്ച് ബോംബ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻറ്റ് നാറ്റലിയ ചർച്ച്. അത് ബോംബ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അന്നത്തെ കുറച്ച് റബലുകൾ പോലെയായിരുന്നു ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ കിങ്ങിനെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും കൊല്ലുന്നതിനായിട്ടാണ് ഈ ചർച്ചിൻ്റെ ആറ്റിക്കിൽ ഏകദേശം 25 കിലോഗ്രാം എക്സ്പ്ലോസീവ് പ്ലാൻ ചെയ്തത്. ഇതാണ് അവിടുത്തെ സെൻറ്റ് സെവേറ്റ സോഫിയ എന്ന് പറഞ്ഞ പ്രതിമ. ഈ ലേഡി ഒരു റെബല്യനായിട്ട് കുറേ ഇങ്ങനെ അവിടുത്തെ ലിബറേഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ലേഡിയാണ്. അല്ലാണ്ട് സോഫിയ എന്ന പേരും ഈ സെവേറ്റ സോഫിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന്. ഇത് അവിടുത്തെ റോമൻ റൂയിൻസ് ഓഫ് സെർഡിക്ക. അവിടുത്തെ ഒരു റെയിൽവേക്ക് വേണ്ടി കുഴിച്ചപ്പോൾ കണ്ടുപിടിച്ചതാണ്. അതിപ്പോൾ അവരങ്ങനെ അവിടെ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. റോമൻസിൻ്റെ കാലത്ത് പണിതിട്ടുള്ള പല ബിൽഡിങ്ങുകളും വാറിലും പിന്നെ ജർമ്മൻ ആൾക്കാർ ബോംബ് ചെയ്തിട്ട് നശിച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു സെൻട്രൽ മിനറൽ ബാത്ത്. ഈ സോഫിയയിൽ നാച്ചുറലായിട്ടുള്ള വാട്ടർ വളരെ കുറവാണ്. അവിടെയുള്ളതെല്ലാം മിനറൽ വാട്ടർ സ്പ്രിങ്ങുകളാണ്.
അല്ലാണ്ട് ഇങ്ങനെ ഫ്രഷ് വാട്ടർ വളരെ കുറവാണ്. അപ്പോൾ അവരധികം ഉപയോഗിച്ചിരുന്ന മിനറൽ വാട്ടറുകളാണ്. അങ്ങനെയുള്ളൊരു ബാത്ത് ഹൗസായിരുന്നു അത്. അതിപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോറാണ്. ഇതാണ് വേറൊരു മിനറൽ ഹോട്ട് സ്പ്രിങ്. ഇവിടെ വന്ന ആൾക്കാർക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് വെള്ളം എടുത്തിട്ട് പോകാം. അത് ഹോട്ട് മിനറൽ സ്പ്രിങ് ആണ്. വെള്ളം നല്ല ചൂടാണ്. ഇങ്ങനെ ഏകദേശം 40 സ്പ്രിങ്ങുകൾ അറൗണ്ട് സോഫിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഇത് റഷ്യൻസിൻ്റെ കാലത്ത് അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം റഷ്യൻസ് ആർക്കിടെക്റ്റിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകൾ എന്നാണ് പറയുന്നത്. അവരുടെ കാലത്ത് അവർ കുറച്ചിങ്ങനെ സോഫിയനെ അധികാരം പിടിച്ചിരിക്കുന്ന കാലത്ത് പണിതിട്ടുള്ളതാണ്. അപ്പോൾ 1878 സോഫിയനെ ടർക്കിഷ് റഷ്യ വാറിലെ ഓട്ടോമൻ ആൾക്കാരെ തോൽപ്പിച്ചിട്ട് റഷ്യ അധികാരം എടുത്തില്ലെങ്കിൽ ഒരു തരം കൺട്രോൾ ചെയ്യുന്ന പോലെയായിരുന്നു. അപ്പോഴും കിങ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് റബലായ പോലെയായിട്ട് അവർ കിങ്ങിനെ കൊല്ലാനായിട്ടാണ് ഈ സെൻറ്റ് ചർച്ചിൽ ബോംബ് വെച്ചത്. പക്ഷേ കിങ്ങിന് വേറൊരു ഫ്യൂണറൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ലേറ്റായി. അപ്പോൾ ബോംബ് അപ്പോഴേക്കും എക്സ്പ്ലോഡ് ചെയ്തു. ഇതാണ് അവിടെ അണ്ടർഗ്രൗണ്ട് റൂയിൻസ്. പിന്നെ ഇത് പാർലമെൻറ്റ്. അവിടെയുള്ള ചേഞ്ച് ഓഫ് ഗാർഡ് കാണാൻ നല്ല രസമാണ്. നമ്മളതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് നല്ല രസമാണ് അവരുടെ മാർച്ചിങ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ബോംബിങ്ങിൻ്റെ ചരിത്രം വീണ്ടും പറയുകയാണെങ്കിൽ അന്ന് ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ബോംബ് ചെയ്തിട്ട് കുറേ മിലിറ്ററി ആൾക്കാർ, ഏകദേശം 200ഓളം ആൾക്കാരെ, മിലിറ്ററിയിലുള്ള ആൾക്കാരും ഫേമസ് ആയ ആൾക്കാരെയും പിന്നെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരും 200ഓളം ആൾക്കാർ മരിച്ചു. പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യലും കിങ്ങും മരിച്ചില്ല. കാരണം പള്ളി ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് അവർക്ക് കോഫിൻ്റെ പൊസിഷൻ മാറ്റിയപ്പോൾ ഈ ഗവൺമെൻറ് ഒഫീഷ്യലുകളുടെ പൊസിഷന് മാറ്റി. അങ്ങനെ ഒരു ബോംബിങ്ങിൻ്റെ അതിൽ നിന്ന് അവരും രക്ഷപ്പെട്ടു. പിന്നെ കിങ് വേറൊരു ഫ്യൂണറലിൽ പോയി വന്ന് ലേറ്റായി. അപ്പോൾ കിങ്ങും മരിച്ചില്ല. പിന്നീട് അവരെല്ലാം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്തു. പിന്നെ അവർ വീണ്ടും ബഹളം ഉണ്ടാക്കിയിട്ട് 2-3 വർഷത്തിനുള്ള ഒരു അധികാരം ഏറ്റെടുത്തിട്ട് റിപ്പബ്ലിക് ഓഫ് ബൾഗേറിയ എന്ന പേരിൽ, അത് കഴിഞ്ഞിട്ട് 1990 റിപ്പബ്ലിക് ബൾഗേറിയ എന്നുള്ള പേര് മാറ്റി ബൾഗേറിയ ആയത്. ഇതാണ് അവിടുത്തെ ഒരു ചർച്ച് ഓഫ് സെയിൻറ്റ് ജോർജ് റോട്ടൻഡ. ഈ ചർച്ചിൻ്റെ മുമ്പിലുള്ള ബിൽഡിങ്ങുകളെല്ലാം ഈ വേൾഡ് വാർ 2 പിന്നെ ടർക്കിഷ് വാറിലൊക്കെ നശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതിപ്പോഴും വളരെ ഒരു അത്ഭുതമാണെന്നാണ് പറയുന്നത്. ഇത്രയും ബോംബാർഡിങ്ങും എല്ലാം ഉണ്ടായിട്ട് ആ ചർച്ച് മാത്രം അങ്ങനെ സർവൈവ് ചെയ്ത്. ഇത് അവിടുത്തെ നാഷണൽ തിയേറ്ററാണ്. അതിൻ്റെ മുമ്പിലുള്ള ഫൗണ്ടൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ചുറ്റും കുറേ പാർക്കുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫൗണ്ടൻ ആണ്. പിന്നെ ഈ സോഫിയയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാർ 2 ജർമ്മൻസ് അധികാരം പിടിച്ചിട്ട് അവരുടെ ടെറിട്ടറി ആയിട്ട് ഏകദേശം 50,000ഓളം ജൂയിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ജൂയിഷ് ആൾക്കാരും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിട്ടിട്ടില്ല. സോഫിയ അതിനെ അനുവദിച്ചിട്ടില്ല. ഇതാണ് സെൻറ്റ് സോഫിയ ചർച്ച്. ഇവിടെ വെച്ചിട്ടാണ് ആ ജനറലിനെ കൊന്നിട്ട് ആ ജനറലിൻ്റെ ഫ്യൂണറലായിരുന്നു സെൻറ്റ് നൈഡ്ലിയ ചർച്ചിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഫേമസ് ആയ അലക്സാൻഡ്ര നെവസ്കി കത്തീഡ്രൽ. ടർക്കിഷ് റഷ്യൻ വാറിൽ മരിച്ച റഷ്യൻ സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചർച്ച് പണിതത്. ഈ ചർച്ചിൻ്റെ മേലെയുള്ള ഡോമിൻ്റെ മേലെയുള്ള ക്രോസ് സോളിഡ് ഗോൾഡ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷെ അത് എത്ര ശരിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പറഞ്ഞ ഇൻഫോർമേഷൻ ആണിത്. പിന്നെ സോഫിയയിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു സിറ്റിയിലും കാണാത്തതാണ് സിനഗോഗും ചർച്ചും മോസ്കും തൊട്ടടുത്തടുത്തായിട്ട് കാണുന്നത്. അത് സോഫിയയിൽ മാത്രം ഉള്ളൂ എന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. ഇതാണ് കോബിൾ സ്റ്റോൺ, യെല്ലോ കോബിൾ സ്റ്റോൺ. അത് ഹംഗറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്. ഇതാണ് ബാനിയ ബാഷി മോസ്ക്. ഇത് കാണുന്ന ചർച്ച്, പിന്നെ അവിടെ ഒരു മോസ്ക് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സിനഗോഗും ഉണ്ട്. അത് സോഫിയയിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ യെല്ലോ കോബിൾ സ്റ്റോൺസ് ഹംഗറിയിൽ അവർ പ്രത്യേകം എക്സ്പെൻസീവായിട്ട് ഇമ്പോർട്ട് ചെയ്താണ്. ഇത് അവിടുത്തെ ഒരു സാർ ലിബർട്ട എന്ന ആളുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ഈ കോബിൾ സ്റ്റോൺ അവർക്കൊരു ഗോൾഡൻ ലുക്ക് വരുത്താനായിട്ട് അവർ ചെയ്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. എങ്ങനെയോ നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസുകളും എന്താണെങ്കിൽ ഇഷ്ടപ്പെട്ടോ എന്താണെന്ന് വെച്ചാൽ അതും പറയാൻ മറക്കല്ലേ. താങ്ക് യു. പിന്നെ മറക്കരുത്.